എന്തെങ്കിലും മസല പറയാനാണ് ഞാൻ ഉപയോഗപ്പെടുത്തുക. അതിന്റെ ഇടയിലൊക്കെ നിങ്ങൾ ഉറക്കം പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തമാശ പറയുന്നു മാത്രം. അത് തമാശ പറയുന്നത് നമ്മൾ ഈ ഓൺലൈനിലെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ആരും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്താണ് വാഹനം വിളിച്ചു വരില്ല. ഒരു വിഷയം കേൾക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോ നമ്മൾ കുറച്ച് ശ്രദ്ധ ഉണ്ടാവും അല്ലേ? നേരെ മറിച്ചിപ്പോ ആശ്രമത്തിൽ ഇങ്ങനെ ഓന്റെ കത്തുമ്പോ ഇരിക്കുകയാണ്. ചിലപ്പോ ഉറങ്ങാലെ തീരുമാനക്കാലം ക്ലാസ് റൂം ഓണാക്കി ഒരു ഐഡിയ അവിടെ കറന്നോട്ടെ. ഒരു ഐഡിയയുടെ എണ്ണം കൂടുന്നത് അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായമാണ് എന്ന നിലക്ക് അത് ഐഡിയ ഓണാക്കി ഒരു 10 മിനിറ്റ് ഉറങ്ങാൻ തീരുമാനിച്ച് ഇങ്ങനെ ബെഡിൽ കിടക്കുന്നവന് എഴുന്നേൽപ്പിച്ചിരുത്തണമല്ലോ. ഞാൻ അത് ഉറങ്ങിയാൽ പറ്റൂല. എന്തോ കാര്യമായിട്ടൊരു ചർച്ച ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉറങ്ങണ്ട, ഞാൻ എഴുന്നേറ്റിരിക്കട്ടെ എന്ന് തോന്നണമെങ്കിൽ അതിനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തമാശക്കും പറയേണ്ടതെന്ന് മാത്രം അത്രേ ഉള്ളൂ. നമ്മളൊക്കെയും 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ്. 1-2 ദിവസങ്ങൾക്ക് മുമ്പേ ജംഇന്റെ മസ്അലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ എന്നെ വിവരം അറിയിച്ചു, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഒരുപാട് നിസ്കാരം കളാവൂത്തേണ്ടി വരുന്നു. കൂട്ടത്തില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അവരെ ഒരു ചെറിയ മസ്അല, ഞാൻ ഉദ്ദേശ മസ്അലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു മസ്അല പറയാം. അത് രാവിലെ ഉള്ള ചില ആളുകൾ ചോദിച്ചതുകൊണ്ട് രാവിലെ തന്നെ പറയുന്നതായിരിക്കും അതിന്റെ ഭംഗി. പിന്തിച്ച് ജമ്മാക്കുമ്പോ ളുഹ്റിനെയും അസറിനെയും അസറിന്റെ സമയത്തേക്ക് പിന്തിച്ച് ജമ്മാക്കുമ്പോ എന്ത് വേണം? ളുഹ്റിന്റെ നേരത്ത് ളുഹ്ർ എന്ന ഫർളിനെ അസറിനോട് കൂടെ പിന്തിച്ചു ജമ്മാക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന് കരുതണം. അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം ഖളാ ആണ്. ആ നിസ്കാരം ഖളാ ആണ്. പക്ഷെ ഈ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിങ്ങനെ പിന്തിച്ച് ജമ്മാക്കുമ്പോ പിന്തിച്ച് ജമ്മാക്കണം എന്ന് കരുതിയിട്ടില്ല. പക്ഷെ അസറിന്റെ സമയമായപ്പോൾ ളുഹ്റും നിസ്കരിച്ചിട്ടുണ്ട്, അസറും നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ചിലവരുടെ സംശയം എന്താ? പിന്നെ ഇനി ളുഹ്ർ ഖളാ ആയില്ലേ, അപ്പൊ ഇനി ളുഹ്ർ ഖളാ വീട്ടണോ? ഇനി വേറെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഈ നിസ്കാരം ഖളാ ആക്കിയതിന്റെ കുറ്റം അവൻ ഏറ്റെടുക്കേണ്ടി വരും. ഇനി നിസ്കാരം രണ്ടാമത് പിന്നൊന്നും നിസ്കരിക്കേണ്ട, കാരണം അസറിന്റെ നേരത്തും ളുഹ്റും അസറും നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ഖളാ വീട്ടുക എന്നൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു മസ്അല ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എളുപ്പം തിരിയാനൊരു മസ്അല അറിയാം. ഒരാളൊരു 15 കൊല്ലം ബത്തേരി കേൾക്കുന്നുണ്ടോ? 15 കൊല്ലം എന്നൊക്കെ ഒരു ഉദാഹരണത്തോ. സാധാരണ കിതാബിൽ കുറച്ച് കാലം എന്നാണ്. ഞാനൊരു 15 കൊല്ലം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നുകൂടി മസ്അല വ്യക്തമാകാൻ വേണ്ടിയിട്ടാ. ഓന്റെ റൂമിൽ ഒരു കലണ്ടർ ഉണ്ട്. അങ്ങനെ സംഭവിക്കൂല, മസ്അല തിരിയാൻ വേണ്ടി പറയാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഓന്റെ റൂമിലുള്ള കലണ്ടർ നോക്കിയിട്ട് എന്നും സുബഹിക്കും. പക്ഷേ വാസ്തവത്തിൽ എന്നും നിസ്കരിക്കുന്ന സുബഹി സമയാകുന്നതിന്റെ മുമ്പേന്. സമയാകുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ പാടില്ലല്ലോ. സമയം ആകുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ചക്കലത്തെ ഖുത്ബ, ളുഹ്ർ നിസ്കാരത്തിന്റെ സമയം ആകുന്നതിനു മുമ്പ് ഖുത്ബ ഓതാൻ പാടില്ല. ളുഹ്റിന്റെ സമയം അയക്കണോ ആയിട്ടില്ലേന്ന് സംശയം, ആ നിലക്കൊരാള് വെള്ളിയാഴ്ച ഖുത്ബ ഓതിയാൽ ആ ഖുത്ബ സഹീഹ് അല്ലാന്നാണ്. അയാൾ മറ്റൊന്നിലേക്ക് ഗൾഫുകാരുടെ ശ്രദ്ധ ക്ഷണിച്ചതാണ്. ഒരുപാട് ഗൾഫുകാർ എല്ലാ സമയത്തും ഇങ്ങനെ വിളിക്കും. ദമാമിൽ അങ്ങനെയാണ്, റിയാദിൽ ഇങ്ങനെയാണ്, തബൂക്കിൽ ഇങ്ങനെയാണ്. ജുമാന്റെ മുന്നേ ഖുത്ബ തുടങ്ങും. എന്നിട്ട് പിന്നെ ളുഹ്റിന്റെ മുന്നേ ഖുത്ബ തുടങ്ങും. ആ ളുഹ്റിന്റെ സമയമാകുമ്പോഴേക്ക് എന്താകും? ഖുത്ബ കഴിയും. എന്നിട്ട് പിന്നെ അങ്ങനത്തെ ളുഹ്റിന്റെ സമയമായതിന്റെ ശേഷം ജുമാ നിസ്കരിക്കലാണ്. എത്രയോ സാധാരണക്കാരാണ് ഇപ്പൊ ആ ജുമയിലേക്കും പങ്കെടുക്കുന്നത്. ചിലപ്പം മറ്റു മദ്ഹബ് പ്രകാരം അത് അനുവദനീയമായിരിക്കാം. ഉദാഹരണം ഹനഫി മദ്ഹബ് പ്രകാരം ആ ഖുത്ബ ചിലപ്പം സഹീഹായിരിക്കാം. ശാഫിഈ മദ്ഹബിൽ ജുമുഅയുടെ സമയമായിരിക്കുന്നോ എന്നുള്ള സംശയത്തോടു കൂടെ ഒരാൾ ഖുത്ബ ഓതിയാൽ ആ ഖുത്ബ സഹീഹല്ല. ആ ഖുത്ബ അങ്ങനെ ഒരു ഖുത്ബ ഓതിയിട്ടാണ് 2 റക്അത്ത് ജുമുഅ നിസ്കരിച്ചത്.
ആ നിസ്കാരം സഹീഹല്ല. ഷാഫി മദ്ഹബിൽ അവൻ പറ്റാകുന്ന മറ്റൊരു ജുമുഅ ലഭിക്കുമെങ്കിൽ ആ ജുമുഅയിൽ പങ്കെടുക്കണം. പറ്റാകുന്ന ഒരു ജുമുഅ ലഭിക്കില്ലെങ്കിൽ അവൻ ളുഹ്ർ നിസ്കരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് കുറെ കാലം നിസ്കരിച്ചിട്ട് എന്തായി? പിന്നെ അവന് മനസ്സിലായി, ഞാൻ ഇതുവരെ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും, ഞാൻ സുബഹി കുറെ കാലം നിസ്കരിച്ചു, പക്ഷെ ഒരൊറ്റ സുബഹിയും സമയത്തായിട്ടില്ല. ഓൻ വിചാരിച്ചത് എന്താ? 5 മണിക്കാ ബാങ്ക് എന്നാണ്. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. 5 മണിക്കാണ് സുബഹി ബാങ്ക് എന്നും വിചാരിച്ചു ഓൻ കുറെ കാലം നിസ്കരിച്ച്. പക്ഷെ അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഓനക്ക് വ്യക്തമായത് 5 മണിക്കല്ലായിരുന്നു ബാങ്ക്, 5:20 ബാങ്ക് എന്ന് വ്യക്തമായി. അപ്പോ നിസ്കരിച്ച സുബഹി, കുറെ കാലം നിസ്കരിച്ച സുബഹി ഒന്നും സമയത്തല്ല. എന്നാൽ അങ്ങനെ ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ ഇനി ഈ കാലങ്ങളിലൊക്കെയും നിസ്കരിച്ച സുബഹി അവൻ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു അബദ്ധം ഒരു സുബഹി മാത്രമാണെങ്കിട്ടോ, അല്ല 5 വഖത്തും അങ്ങനെ കുറെ കാലം പേച്ചോ, മൊത്തം 5 വഖത്തും നിസ്കാരം ഖളാ വീട്ടിയാൽ മതി. കാരണം എന്താ? ഇന്ന് സുബഹി പേച്ചു, ഇന്നോ നിസ്കരിച്ച സുബഹി സമയത്താവാത്തത് കൊണ്ട് എന്തായി? ആ നിസ്കാരം സഹിയായിട്ടില്ല. പക്ഷെ നാളത്തെ സുബഹി 4 സുബഹി നിസ്കരിച്ചു. പക്ഷെ 4 സുബഹി നിസ്കരിച്ചത് എപ്പോഴാണ്? അത് സമയത്തിന്റെ മുന്നേന്. പക്ഷെ നാളത്തെ സുബഹി കൊണ്ട് ഇന്നത്തെ സുബഹി ഖളാ ഊരി. നാളത്തെ സുബഹി വാസ്തവത്തിൽ ബാത്തിലാണ്. പക്ഷെ അത് മറ്റന്നാക്കലത്തെ സുബഹി കൊണ്ട് നാളത്തെ സുബഹി എന്ത് ചെയ്യും? ഖളാ ഊരിപ്പോകും. കാരണം എന്താ? അദാ ഖളാ എന്ന് കരുതൽ എന്തില്ല? നിർബന്ധം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരാള് പിന്തിച്ച് ജമാക്ക് നിസ്കരിക്കുമ്പോ പിന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതിയില്ലെങ്കിൽ ആ നിസ്കാരം ഖളാ ആണ്. പക്ഷെ വാസ്തവത്തിൽ ഞാൻ നിസ്കാരം ഓൻ അസറിന്റെ നേരത്ത് ളുഹ്റും അസറും നിസ്കരിച്ചത് കൊണ്ട് ഇനി വേറൊരു സമയത്ത് ഞാൻ പിന്തിച്ച് ജമാക്ക് നിസ്കരിക്കാത്തതിന്റെ പേരിൽ, കരുതാത്തതിന്റെ പേരിൽ എന്റെ ളുഹ്ർ ഖളാ ആയിരുന്നു എന്ന് വിചാരിച്ചാൽ ളുഹ്റിന് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. കാരണം ഓൻ അസറിന്റെ നേരത്ത് ളുഹ്റും അസറും നിസ്കരിച്ചത് കൊണ്ട്. നേരെ മുന്തിച്ച് ജമാക്കുന്നിടത്തും നിയ്യത്ത് വെക്കുന്നിടത്ത് പലവർക്കും അബദ്ധം വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് വ്യക്തമായതുകൊണ്ട് ളുഹറിന്റെ നേരത്ത് ളുഹ്റും അസറും നിസ്കരിക്കാൻ, പക്ഷെ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ഒപ്പം മുന്തിച്ച് ജമാക്കുന്നു എന്ന് അറിയാത്തതിന്റെ പേരിൽ കരുതിയില്ല. അങ്ങനെ ഒരു രണ്ടാമത്തെ നിസ്കാരം നിസ്കരിച്ചു. വാസ്തവത്തിൽ രണ്ടാമത്തെ നിസ്കാരം ഖളാ ആണ്. അത് ബാത്തിലായിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ മുന്തിച്ച് ജമാക്കുന്ന കോലത്തിൽ ആ അസർ അല്ലെങ്കിൽ അശാ ആണെങ്കിൽ അശാ പിന്നീട് ഖളാ വീട്ടേണ്ടി വരും നിയ്യത്ത് വെക്കാൻ തേട്ട്. അപ്പൊ നമുക്ക് മസ്അലയിലേക്ക് കടക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ഉണ്ട് എന്ന് വ്യക്തമാകുക. അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ നിസ്കരിച്ച നിസ്കാരം സഹീഹായിട്ടില്ല, എനിക്ക് നജസ് എങ്ങനെ വൃത്തിയാക്കേണ്ടത് എന്ന് അറിയാത്തതിന്റെ പേരിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നജസ് വൃത്തിയാക്കുമ്പോ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ നജസ് വൃത്തിയാക്കാത്തത് ശരിയാവാത്തത് കൊണ്ട് ആ നജസ് വൃത്തിയാവാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രം എടുത്തിട്ടാണ് ഞാൻ നിസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത്ര വഖത്ത് നിസ്കാരം ഖളാ ആയി കിടക്കുന്നുണ്ട്. ഇത് ഖളാ കൂട്ടിയേ പറ്റുള്ളൂ. അത് പറയാം. ഇപ്പൊ ഒരു നിലത്ത് നായ തൊട്ടു, കേൾക്കുന്നില്ലേ? അതും പഠിക്കേണ്ട മസ്അലയാണ്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ ഓരോ വിഷയങ്ങൾ വരുമ്പോ അങ്ങനെ ഓർമ്മ വരിക. ശബ്ദം കേൾക്കുന്നില്ലേ? ഹലോ, ശബ്ദം കേൾക്കുന്നില്ലേ? എന്തല്ലേ? ഇപ്പൊ നമ്മളൊരു നിലത്ത് നായ തൊട്ടു. ഈ നായ തൊട്ടാ 1 പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകണം, ബാക്കി വള്ളം കൊണ്ടും കഴുകണം എന്ന് ഞാൻ പറയാം. 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വള്ളം കൊണ്ട് ബാക്കി 6 പ്രാവശ്യം നല്ല വെള്ളം ഒഴിക്കണം എന്ന് അതൊക്കെ മസല നമുക്കറിയാം, അല്ലേ? എല്ലാവർക്കും അറിയുന്ന മസല. എന്നാ സാധാരണക്കാർക്ക് അറിയാത്ത ഒരു മസല ഉണ്ടാവില്ല. എന്താ കാര്യങ്ങള്? ഈ നായ തൊട്ട സ്ഥലത്തേക്ക് നമ്മള് വള്ളം അങ്ങോട്ട് ഒഴിച്ച്, ആ വള്ളം ഒഴിച്ചതിൽ എന്താക്കി? ആ നിലത്തുനിന്നൊരു തുള്ളി വെള്ളം നമ്മുടെ ശരീരത്തിലേക്കാണ്ട് തെറിച്ചു, അല്ലെങ്കിൽ വസ്ത്രത്തിലേക്ക് തെറിച്ചു. അതെന്താ കാത്തത്?
കഴുകണം. അല്ലെങ്കിൽ രണ്ടോ ഇങ്ങനെ നായ കഴുകിയ വെള്ളം ഇങ്ങനെ സ്ഥലം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ 7 പ്രാവശ്യം കഴുകണമല്ലോ. 3-ാമത്തെ പ്രാവശ്യം ബക്കറ്റ് കൊണ്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചതാ. അതിനെന്താക്കി ഒരു തുള്ളി വെള്ളം എന്താക്കി, ഒരു 3-ാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ചപ്പോ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മുടെ വസ്ത്രത്തിലേക്കോ ശരീരത്തിലേക്കോ തെറിച്ചു എങ്കിൽ ആ തെറിച്ച വെള്ളം കഴുകണോ കഴുകണ്ടയോ? കഴുകുകയാണെങ്കിൽ ആ കഴുകുന്ന ഭാഗം മണ്ണിട്ട് കഴുകണോ? അല്ലേ? നമ്മൾ സ്ത്രീകളെന്ന് ചോദിച്ചു നോക്കി, എന്താ കാറ്റാനാ അല്ലേ? ആ നമ്മൾ നായ ഒഴിച്ച തൊട്ട സ്ഥലത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ നിന്നൊരു തുള്ളി വെള്ളം നമ്മുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ആയതിനെ കഴുകണോ? കഴുകണമെങ്കിൽ അവിടെ മണ്ണിട്ട് കഴുകണോ? മണ്ണിട്ട് കഴുകുകയാണെങ്കിൽ തന്നെ ഞാൻ തെറിച്ച വെള്ളം 7 പ്രാവശ്യം കഴുകണോ കഴുകണ്ടേ? ഇതൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി. ഇതിപ്പോ പറയാൻ നേരല്ലേ, ആവിഷ്കാരാക്കി പോവുകയാണ് എല്ലാവരും ഇങ്ങോട്ട് വരും. അതുപോലെ രാവിലെ പറഞ്ഞപ്പോ ഇതിപ്പോ കേൾക്കാം, പടച്ചോൻ എന്റെ വീട്ടില്, എന്റെ സ്വിച്ച് ഔട്ടില്, അല്ലെങ്കിൽ എന്റെ കസാലമ്മ എത്ര പ്രാവശ്യം നായ തൊത്തിട്ടുണ്ട്. ആ കസാലേക്ക് അല്ലെങ്കിൽ ആ സ്വിച്ച് ഔട്ടിലേക്ക് വെള്ളം ഒഴിക്കുമ്പോ എത്ര പ്രാവശ്യം എന്റെ ശരീരത്തേക്ക് തെറിച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അത് കഴുകണം എന്നാണ് മസാല. നായ തൊട്ട സ്ഥലത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്നതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ തെറിച്ചാൽ അവിടെ കഴുകണം. പക്ഷെ ആ കഴുകുന്നത് എത്ര പ്രാവശ്യം കഴുകണം എന്നുള്ളതാണ്. അത് വലിയൊരു ചർച്ചയാണ്. സമയമില്ല. കേൾക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർ ക്ലാസ് റൂമിലേക്ക് നേരത്തെ കാലത്തെ മൗലിന് ശേഷം എത്തിച്ചേരുക. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനും നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക്, അവരാണല്ലോ സാധാരണ നായക്കിന്റെ ഒത്താലി കഴുകി വൃത്തിയാക്കുക. പക്ഷേക്ക് ഭയങ്കര കമ്പുണ്ട്, അക്കാരി കുഴപ്പം. ഒരാൾക്കെങ്കിലും ഒന്ന് പതി ഉസ്താദെ, ആ നായ തൊട്ട സ്ഥലത്തേക്ക് നായ തൊട്ട സ്ഥലത്തേക്ക്, ഞാൻ ഒന്നുകൂടി പുതിയ ശ്രോതാക്കളോ, നായ തൊട്ട സ്ഥലത്തേക്ക് വെള്ളം കഴുകാൻ വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്ന വെള്ളത്തിൽ നിന്ന് നിലത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം നമ്മൾ ധരിച്ച വസ്ത്രത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കോ തെറിച്ചാൽ ആ തെറിച്ചതിനെ കഴുകണം. ആ കഴുകേണ്ടത് മണ്ണ് കലക്കിയ വെള്ളം ഒഴിച്ച് 7 പ്രാവശ്യം കഴുകണോ കഴുകണ്ടേ? അതെല്ലാം സാധാരണ ഒരു മൂത്രമായ മാതിരി കഴുകിയാൽ മതിയോ? കഴുകിയ പോലെ ഓരോത്തൊക്കെ നല്ല നമ്മളെ സ്ത്രീകൾക്കൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പഠിപ്പിക്കേണ്ട മസലയാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട പുതിയ ശ്രോതാക്കളോട്. ഇപ്പൊ നമ്മളെ വാട്സപ്പിലൊക്കെ ചോദ്യം അയക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ അയക്കും. ഞാൻ KMIC-യിലായിട്ടൊരു 3 മാസത്തോളായി, 6 മാസമായിട്ട് ഞാൻ KMIC-യുടെ ശ്രോതാവാണ്. എനിക്കൊരുപാട് ഉപകാരം കിട്ടി. അപ്പോ നമ്മൾ 6 മാസം മുന്നേക്കും പറഞ്ഞ എന്തെല്ലോ മസാലകൾ എന്തിച്ചിട്ടാ. ഏതെങ്കിലും പുതിയ ശ്രോതാക്കളെ അടുത്ത് KMIC-യുടെ ശ്രോതാക്കളായി വന്ന വല്ലവരും ഉണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ, പുരുഷന്മാർ അവരുടെ ഭാര്യമാരോട് ചോദിക്കുക. നമ്മുടെ വീടിന്റെ അകം ഒന്നിരിക്ക കാവിയായിരിക്കാം, ടൈൽസ് ആയിരിക്കാം, മാർബിൾ ആയിരിക്കാം, ഗ്രാനൈറ്റ് ആയിരിക്കാം. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയും മൂത്രമായാൽ, കുത്തി ഛർദ്ദിച്ചാൽ അത് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്ന് ഇപ്പോഴും നമ്മുടെ സാധാരണക്കാരായ പല സഹോദരിമാർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് സൗകര്യമല്ലോ നമ്മുടെ സൈറ്റിൽ കയറിയ, ഞാൻ ഒരിക്കൽ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കയറി ഇറങ്ങി വെറുതെ ഇസ്ലാമികമായ ക്ലാസ്സുകൾ ഏതൊക്കെയാണൊക്കെ അറിയാണ്. അപ്പൊ എന്തായാലും ഒരു ക്ലാസ് ഇങ്ങനെ കിടക്കുന്നു. തറമ്മേൽ നജസായാൽ കഴുകേണ്ട രൂപം. തറമ്മേൽ നജസായാൽ കഴുകേണ്ട രൂപം. അബൂ റയ്യാൻ 313. ഞാൻ പറയുന്നത് എന്റെ ഒരു ക്ലാസിന്റെ പരസ്യമല്ല, പക്ഷെ നമ്മുടെ ഗ്രാമീണ സഹോദരിമാരായി ജീവിക്കുന്ന എത്രയോ ആളുകൾക്ക് അതൊന്നൊരു നിലത്ത് മൂത്രമായി, ഒരു മാർബിള്, ടൈൽസ്, കാവിത്ത സ്ഥലത്തൊക്കെ മൂത്രോ അതല്ലെങ്കിൽ വലിച്ച് കുത്തി ഛർദ്ദിക്കൊക്കെ ചെയ്താല് അത് എങ്ങനെയാണ് ഇസ്ലാമികമായി അതിനെ ശുദ്ധീകരിക്കേണ്ടത് എന്ന് അറിയാത്ത പലവരുണ്ട്. അതായത് പുതുതായി കടന്നു വന്ന സാധാരണക്കാരായ KMIC-യുടെ ശ്രോതാക്കളോട് കിട്ടിയ അവസരം
പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുകയാണ്. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കണ്ട ഏതായിരുന്നാലും ഞാൻ സമയം കളയുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ ഞാനിപ്പത് പറഞ്ഞതെന്താന്ന് അറിയങ്ങള്, ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര ഒക്കെ റബ്ബേ ഇതൊന്നും എനിക്കറിയില്ലട്ടോ. അപ്പൊ ഞാനിപ്പോ നജസ് കഴുകി വൃത്തിയാക്കുന്നുണ്ട്, എന്റെ നിക്കാരക്കുപ്പായം വൃത്തിയാകുന്നുണ്ടോ, ഞാൻ നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ അവസ്ഥ എന്താണ്, അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നിക്കാരത്തിൽ ഇനിയും ചിലപ്പം ബാത്തിലായി കിടക്കുന്ന സഹീഹാവാതെ കിടക്കുന്ന നിസ്കാരങ്ങൾ എന്താ എന്നൊക്കെ ചിന്തിക്കാനൊരു കാരണമാവും. അതുകൊണ്ട് ഞാൻ ഉള്ള സമയം ഇതൊക്കെ ഒന്ന് പഠിച്ച് എന്റെ ജീവിതത്തിൽ സഹീഹാവാതെ പോയ നിസ്കാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളാ കിട്ടട്ടെ എന്ന ചിന്ത അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് ഇനിയും ജീവിതത്തിൽ ആവശ്യമായത് വിശാലമായി പഠിക്കാനും ആവശ്യമുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരാണ് നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നത്. അഷ്റഫ് ബത്തേരി കാരണം നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. അഷ്റഫുക്ക എന്താ ചിന്തിക്കേണ്ടത്, ഇന്റെ വസ്ത്രം, ഞാൻ ജുമാക്ക് പോകുന്ന വസ്ത്രം, അല്ലെങ്കിൽ ഞാൻ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്ന വസ്ത്രം, ഞാൻ 5 വക്ത് നിസ്കരിക്കാൻ പോകുന്ന വസ്ത്രം ധരിക്കുന്നത് കഴുകുന്നത് എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് എന്റെ ഭാര്യക്കാണ് ഞാൻ ആദ്യം മസ്അല പഠിപ്പിക്കേണ്ടത് എന്ന് ഓരോ സഹോദരന്മാരും ചിന്തിച്ചാണ്ടല്ലോ ഇഞ്ഞും KMLC-യുടെ ശ്രോതാക്കൾ എത്രയോ അധികരിക്കും, എത്രയോ ഉണ്ടാവും. ഇതൊന്നും എന്റെ ഭാര്യക്കറിയില്ല എന്ന് ഉറപ്പുള്ളവർ നല്ലൊരു ശതമാനം ഈ ക്ലാസ് റൂമിൽ ഇപ്പോൾ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അള്ളാഹു പഠിക്കാനുള്ള അവസരം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് റൂമിൽ ഒരിക്കൽ നായ തൊട്ട സ്ഥലം കഴുകുമ്പോ അതിൽ നിന്ന് തെറിച്ച വള്ളം, ആ തെറിച്ച വള്ളത്തെ എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടത് വാങ്ങി നമുക്കൊരു ക്ലിപ്പാക്കിട്ടാണ്ട് വാട്സപ്പിൽ അല്ലെ ബത്തേരി ഒരുപാട് ആൾക്കാർക്ക് എത്ര പെണ്ണുങ്ങൾക്കൊക്കെ ആ മസലാണ് കിട്ടിയാണ്ടല്ലേ എത്ര പെരയില് ശുദ്ധിയാവുന്ന വിചാരിച്ചിട്ടുള്ളത്. അള്ളാഹു കേൾക്കാനും പഠിക്കാനും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ആഫിയത്തും ആയുസ്സും അവസരവും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇപ്പൊ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഞാൻ എന്താ വെച്ചാൽ രാവിലെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ രാവിലെ മാത്രം വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇൽമ് പടച്ചോനെ എന്റെ കുടുംബത്തിൽ ഇതൊന്നും അറിയാത്തതാണ്, എന്റെ ഭാര്യക്കൊന്നും ഇതൊന്നും അറിയില്ല എന്നൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനൊരു അവസരം കിട്ടിയാൽ നമുക്കൊരു ഉപകാരം എന്ന നിലക്ക് ഉണർത്തിയതാണ്. അള്ളാഹു ഇഖ്ലാസും ഖബൂലിയത്തും നമ്മുടെ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹു നൽകുമാറാവട്ടെ. ഇലാ ഹളറത്ത് നബിയിന വഹബീബിന വശഫീഇന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.